ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ നമുക്ക് കുക്കിംഗ് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ തന്നെ ഞാനാണെങ്കിൽ മാളുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു നമുക്ക് ഇതുപോലെ പാനിപ്പൂരി ഉണ്ടാക്കാം, വേഗം വരണമെന്ന്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനൊരു പാക്കറ്റ് നമ്മൾ കടയിൽ നിന്ന് അവൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അവൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതായത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. എന്നിട്ട് അതിനകത്തുള്ള മസാലസ് കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പാത്രത്തിലിടുന്നുണ്ട്. ഇത് അതിന് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയില്ല, അതിൽ ഒഴിക്കണ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നീട്ടിയാണ് ഇതെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുളിയുണ്ട്, അതിനകത്ത് ഒഴിക്കുന്ന പുളി പോലത്തെ സംഭവമുണ്ട്, അത് നമ്മളിങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സവാള അരിയാമെന്ന് വിചാരിച്ചു. സവാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള കിഴങ്ങിൻ്റെ കൂടെ ഇട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സവാള അരിയണത്. ഇപ്പം സവാള നന്നായിട്ട് ചെറിയ രീതിയിൽ ചെറിയ കനത്തിലാണ് അരിയണത്. അങ്ങനെ അരിഞ്ഞതിന് ശേഷം കുറേ നേരം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറി മാറി അരിയാൻ തുടങ്ങി, എന്നാലേ അത് തീരത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി, പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള ഒരു കൊതി കൊണ്ടുമൊക്കെ ഞാൻ സ്പീഡിൽ അരിഞ്ഞ് വെക്കണുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് ഞങ്ങളിത് ഓരോന്ന് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നന്നായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. സവാള അരിയുമ്പോൾ എന്തായാലും കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ. അങ്ങനെ ഓരോന്ന് നീ എന്തിനാ വീഡിയോ എടുക്കുന്നത്, നമ്മുടെ മുഖം എന്തിനാ കാണിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ, നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് പതിയെ ഇങ്ങനെ ചെയ്ത് ഇതാക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഇത് പാനിപ്പൂരിയുടെ ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനകത്തെ ആ പൂരി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി ഇങ്ങനെ ബോൾ പോലെ വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കിഴങ്ങ് പുഴുങ്ങി വെച്ചത് എടുത്തിട്ട് അത് ഉടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടിയാണ് അതിനകത്ത് ചേർക്കുന്നത്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് കിട്ടിയൊരു പാക്കറ്റിലൊരു പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് മിക്കുവാണ് ഇവിടുത്തെ, മിക്കുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്താണ്. പിന്നെ ഇത് മാളും ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ പൊട്ടിക്കുന്നുണ്ട്, അതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്, നമ്മുടെ കിഴങ്ങും സവാളയൊക്കെ ഇട്ടിട്ടുള്ള ഫില്ലിങ്. അതിനുശേഷം നമ്മൾ പുളി ഒഴിക്കുന്നുണ്ട്. അതൊഴിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം അതായത് വെള്ളം എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളം, അത് ഇവൾ കുടിക്കാറുണ്ട്. കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു വീട്ടിലുണ്ടാക്കിയപ്പോഴും. ഒരുപക്ഷെ എനിക്ക് കടയിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു 10-30 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് അവിടെ ഇരുന്ന് കഴിച്ച് തീർത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. പിന്നെ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു കുക്കിംഗ് വീഡിയോ. ടാറ്റാ.